ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും വീക്ക് അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമ്മൾക്ക് ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിൽ തുടങ്ങാം. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്, ബട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു ഹൈനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഞാനത് ക്ലോസിങ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് പ്രതീക്ഷിച്ചു, ബട്ട് ക്ലോസിങ് ഒരു നെഗറ്റീവ് ക്ലോസിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതൊരു നെഗറ്റീവ് ക്ലോസിങ് ക്യാൻഡിലാണ്. സോ ഇത് ഫ്ലാറ്റ് ഇപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. ഈ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റോ താഴോട്ട് വരാനാണെങ്കിൽ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്യാൻഡിലാണിത്. സോ ഓൾമോസ്റ്റ് ഒരു ഫോർ എക്സ് ആയിട്ട് ഓൾമോസ്റ്റ് സെയിം ഏരിയയിലാണ് ക്ലോസ് ആവുന്നത്. പ്യുവർ കൺസോൾട്ടേഷൻ ആണ് 26,000 അടുപ്പിച്ച്. സോ ഒരു ബ്രേക്ക് ഡൗണിനുള്ള ചാൻസ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് മോസ്റ്റ്ലി ഒരു സെല്ലിംഗ് ക്യാൻഡിൽ പോലെയാണ്. ഈ ഒരു ഹൈയിൽ സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ മുകളിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആണ് താഴോട്ട് വരാണെങ്കിൽ ഇതിൻ്റെ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് താഴെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു ഏരിയയിലെല്ലാം ഓൾറെഡി ഒത്തിരി ടൈം ടെസ്റ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ്. സോ ഇതൊരു ഫർദർ സപ്പോർട്ടായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നമുക്കൊരു ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ 58,000 അടുപ്പിച്ചുള്ള ഒരു ഡൗൺവേർഡ് ട്രെൻഡിനുള്ള ചാൻസ് ഉണ്ട് താഴോട്ടാണ് പറയുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ നമ്മുടെ അതേ ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നുള്ളത്. 4-5 വീക്സ് ആയിട്ട് സെയിം ഏരിയസ് തന്നെയാണ് ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ്, എപ്പോഴും പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ് കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒരു ലാസ്റ്റ് വീക്ക് ഒരു പോസിറ്റീവ് ക്യാൻഡിലായിരുന്നു. അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇത് ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റത്തിനുള്ള ചാൻസ് ഉണ്ട് മുകളിലോട്ട്. നമുക്ക് നോക്കാം. സിൽവർ എടുക്കുകയാണെങ്കിൽ സിൽവർ പ്യൂർലി പ്യുവർ ബുള്ളിഷ് ക്യാൻഡിലാണ് സിൽവർ. $79 $80 അടുപ്പിച്ചായിട്ടുണ്ട്. 10% മൂവാണ് ലാസ്റ്റ് വീക്ക് ഉണ്ടായിട്ടുള്ളത്. മോർ ദാൻ 11% മൂവ് ഉണ്ടായിരുന്നു. സോ നല്ലൊരു മൂവാണ് സിൽവറിന് ഉണ്ടാകുന്നത്. സോ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ് സിൽവർ പോയിട്ടുള്ളത്. ഗോൾഡ് ആണെങ്കിലും ഗോൾഡിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണുന്നത്. ഗോൾഡും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണ്, ഹൈ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. നമുക്ക് ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് മിഡ് ക്യാപ്പും കൂടെ ഒന്ന് നോക്കാം. മിഡ് ക്യാപ്പ് പ്യൂർലി കൺസോൾട്ടേഷൻ ആണ്. സ്ലൈഡ്ലി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് മിഡ് ക്യാപ്പ്. സോ അഗൈൻ ഓപ്പണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അത് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലാറ്റോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ഓപ്പണിംഗ് ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഒന്ന് ഐഷർ മോട്ടോഴ്സ് ആയിരുന്നു. ഐഷർ മോട്ടോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ നിന്ന് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് ഇതിൻ്റെ മുകളിലായിരിക്കും എന്ന് പറഞ്ഞു. 1:2 ഓൾമോസ്റ്റ് അച്ചീവ് ആയിട്ടുണ്ട് ഈ ടാർഗറ്റ് ഐഷർ മോട്ടോഴ്സിന്. ടെക്കം എടുക്കുകയാണെങ്കിൽ ടെക്കം നമ്മളെ സ്റ്റോക്ക് നമ്മൾ ഏരിയ ഡിറ്റർമിൻ ചെയ്ത ഈ ഏരിയ ആയിരുന്നു. പക്ഷെ ആ ഏരിയ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഒരു ലോസ് ഉണ്ടായിട്ടില്ല. നമ്മളെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ടാവില്ല, കാരണം പ്രീമിയം ഡീക്ക് ഉണ്ടായിരുന്നു. ബട്ട് നല്ലൊരു മൊമെന്റം കിട്ടി. നമ്മൾ ടാർഗറ്റ് നമ്മൾ ഈ ബ്രിഡ്ജിങ് പോയിന്റ് അതുവരെയാണ് നമ്മുടെ ടാർഗറ്റ്. ഓൾമോസ്റ്റ് ടാർഗറ്റ് അടുത്തുവരെ എത്തി. ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഒരു 1:2 അച്ചീവ് ചെയ്തിട്ടില്ല അതിൽ. ഓക്കെ, സോ ഈ വീക്ക് നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഇത് പിന്നെയും പറയുന്നത് ഡിസ്ക്ലെയിമറാണ്. ഇതൊരു ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മളിത് കാണുന്നുള്ളൂ, അല്ലാണ്ട് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം എങ്ങനെയാണത് മൂവ്മെൻറ്റ് നടക്കുന്നത്. ആസ് പെർ അവർ അനാലിസിസ് എങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. സോ ഏഷ്യൻ പെയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. ഒരു ഫോൾ ആയിട്ടുണ്ട് ബിഗ് ക്യാൻഡിൽ, ഒരു റിട്രേസ്മെൻറ്റ്, പിന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. സോ ഈ ഒരു മൊമെൻറ്റിന് താഴോട്ട് വരാണെങ്കിൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ ഏഷ്യൻ പെയിൻറ്റ്സ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് വെച്ചോളൂ. സോ ഇതെല്ലാമാണ് വീക്ക്ലി അനാലിസിസിലുള്ള സ്റ്റോക്സ്. സോ നെക്സ്റ്റ് ഡേ അനാലിസിസ് ആയിട്ട് വരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.